വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. IPLന്റെ 19ാം സീസണിന്റെ ഫൈനൽ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ അവരുടെ സ്വന്തം തട്ടകത്തിൽ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ട് RCB രണ്ടാം തവണയും തുടരെ ചാമ്പ്യന്മാരാകുന്നു. 18 വർഷക്കാലം ഏ സാൽ കപ്പ് നമ്മുതേ എന്ന് പറഞ്ഞുകൊണ്ട് ട്രോളിയവർക്ക് മുന്നിൽ കപ്പിന് പിന്നാലെ കപ്പ് നേടിക്കൊണ്ട് കരുത്ത് തെളിയിക്കുകയാണ് RCB. വനിതാ ടീമും പുരുഷ ടീമും തുടരെ കപ്പുയർത്തിക്കൊണ്ട് കപ്പുകളുടെ ക്ഷാമത്തിന് വിരാമമിടുകയാണ്. വിരാട് കോഹ്ലിയുടെ അഗ്രസീവിനെക്കുറിച്ചും ആറ്റിറ്റ്യൂഡിനെക്കുറിച്ചും സംസാരിക്കുന്നവരോടൊന്നു മാത്രമാണ് പറയാനുള്ളത്. ഇന്നത്തെ ഫൈനൽ മത്സരം അത് തൻ്റേതാക്കി മാറ്റുന്ന ഒരു ബാറ്റിംഗ് പ്രകടനം അഹമ്മദാബാദിൻ്റെ മണ്ണിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സ്വന്തം കാണികൾക്ക് മുന്നിൽ സ്വന്തം ടീമിനെ വിജയത്തിലേക്ക് 6 അടിച്ചുകൊണ്ട് പട നയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കൽപ്പം ആറ്റിറ്റ്യൂഡ് ആവാം. നമ്മളെന്തിന് അതിന് പഴി പറയണം? ഈ 37ാം വയസ്സിലും റൺവേട്ടക്കാരിൽ 4ാമതാണ് ഇത്തവണ അയാൾ എത്തിയിരിക്കുന്നത്. ഇന്ന് 12 പന്തുകൾ കളിച്ച സമയത്ത് സ്ട്രൈക്ക് റേറ്റിൽ 277 ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് തുടരെ വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നപ്പോൾ ടീമിനെ ചാമ്പ്യന്മാരാക്കാൻ വേണ്ടി നങ്കൂരമിട്ട് നിന്നു. അവസാനം ഒരു 4ഉം 6ഉം അടിച്ചുകൊണ്ടാണ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത്. റബാദയുടെ ഒരു ഓവറിൽ തുടരെ 3 4കളും ഒരു 6ഉം അടിച്ചപ്പോൾ സ്ക്രീനിൽ അവിടെ എഴുതി കാണിക്കപ്പെട്ടു കിങ് ഓഫ് ചേസ്. അതെ, അയാൾ ചേസിങ്ങിൻ്റെ രാജാവാണ്. കോഹ്ലിയുടെ ചേസിങ്ങിലെ രാജകീയതയ്ക്ക് ചെക്ക് വെക്കാൻ ഇന്നേ വരെ ക്രിക്കറ്റിൽ ആരുമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വിരാട് കോഹ്ലി എന്നും മറ്റു താരങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. ഓരോ വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുമ്പോഴും ആരാധകർ അന്വേഷിക്കുന്നത് വിരാട് കോഹ്ലി ക്രീസിലുണ്ടോ എന്നാണ്. അതെ, അയാൾ ക്രീസിലുണ്ടെങ്കിൽ ആ ടീമിനെ വിജയിപ്പിച്ചേ മടങ്ങൂ. 100ൽ 99% അത്തരത്തിലാണ് ചരിത്രത്തിലുണ്ടായിട്ടുള്ളത്. കാലത്തിൻ്റെ കാവ്യനീതിയാണ്. ഫുട്ബോളിൽ മെസ്സിക്കൊരു കിരീടം കിട്ടി വിരമിക്കുന്നത് കണ്ടാൽ മതി എന്നാഗ്രഹിച്ചതുപോലെ RCBയിൽ നിന്നുകൊണ്ട് വിരാട് കോഹ്ലി ഒരു കിരീടം നേടിയതിന് ശേഷം മാത്രമേ അയാൾ വിരമിക്കാൻ പാടൂ എന്നാഗ്രഹിച്ച് 18 വർഷക്കാലം കപ്പില്ലാതിരുന്നിട്ടും സ്വന്തം ടീമിനെ നെഞ്ചോട് ചേർത്ത ആരാധകർക്കുള്ള സമ്മാനമാണ് ഈ രണ്ടാം കിരീട വിജയത്തിലൂടെ വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നത്. പരിഹസിച്ചവർക്കുള്ള വായടപ്പൻ മറുപടി, ആരാധകർക്കുള്ള മധുര സമ്മാനം തന്നെയാണ് ഈ രണ്ടാം കിരീട നേട്ടം. 3 6ഉം 9 4ഉം അടക്കം 42 പന്തുകളിൽ 75 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു വിരാട് കോഹ്ലി എന്ന സൂപ്പർ താരം. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസിന് 155 റൺസ് നേടാൻ മാത്രമാണ് സാധ്യമായത്. ഗുജറാത്ത് ഓപ്പണിങ്ങിൽ പവർ പ്ലേയിൽ വിള്ളലുണ്ടാക്കാൻ കഴിഞ്ഞാൽ വലിയ സ്കോറിലേക്ക് ഗുജറാത്തിന് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്നും RCB ബൗളർമാർ അവരുടെ ഉത്തരവാദിത്തം ആ പവർ പ്ലേയിൽ നിർവഹിച്ചപ്പോൾ 155-ലൊതുങ്ങി ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സ്കോർ. 50 നേടി പുറത്താകാതെ നിന്ന വാഷിംഗ്ടൺ സുന്ദറാണ് 155 എന്ന സ്കോറിലേക്ക് ഗുജറാത്തിനെത്താൻ സഹായിച്ചത്. എത്ര ഫൈനൽ കളിച്ചിട്ടെന്താ, നിങ്ങൾക്ക് കപ്പുണ്ടോ എന്ന് ചോദിച്ച് പരിഹസിച്ചവരോട് RCB ആരാധകർക്ക് മറുപടി നൽകാം. അതെ, ഞങ്ങൾക്ക് കപ്പുണ്ട്. ഒന്നല്ല, തുടരെ 2 തവണയാണ് ഞങ്ങൾ ചാമ്പ്യന്മാരായിട്ടുള്ളത്. തല ഉയർത്തി തന്നെ വിമർശകരോട് ചോദിക്കാനുള്ള അവസരം വീണ്ടും ഒരുക്കി കൊടുത്തിരിക്കുന്നു വിരാട് കോഹ്ലിയും പടയാളികളും. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.